അസ്സാം വലൈക്കും. മോളിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഒച്ച കേൾക്കണേ പൂന്ന് തവള കരയാട്ടോ. ഇവിടെ ആദ്യം പാടായിരുന്നു, അതിൻ്റെ ഒരു ഇതാണ്. മഴ ഉണ്ട മക്കളെ, എല്ലായിടത്തും മഴയല്ലേ. ഇവിടെ ഭയങ്കര മഴയാണ്. എന്താ പറയുക, മഴ ആയിട്ട് വെള്ളപ്പൊക്കം വരുമോ അത്രയ്ക്കും മഴ. മുറ്റത്തൊക്കെ നല്ല വെള്ളം നിൽക്കും. ആ ചെടികളാട്ടത്. ആദ്യം ഞാൻ ചെടി നല്ലോണം നോക്കിയിരുന്നു, പിന്നെ എനിക്ക് ടൈമില്ലാതായപ്പം കുറേ ഉണങ്ങിപ്പോയി. പിന്നെ കുറേ കേടരാത്തൊക്കെ ഞാൻ പിന്നെ ഈ സൈഡ് കൊണ്ടുവന്ന് വെച്ചു. കാരണം എപ്പോഴും നനച്ചില്ലെങ്കിലും സൈഡിലാകുമ്പോൾ അത്ര പ്രശ്നമില്ലല്ലോ. ഒരു ചെടി എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് ചെടികളുണ്ടായിരുന്നു, നിറയെ ചെടിയായിരുന്നു. അന്ന് ഭയങ്കര ചെടീൻ്റെ ഇൻട്രസ്റ്റ്. പിന്നെ നമ്മളെ ബിസിനസ്സും കാര്യത്തേക്ക് തിരിഞ്ഞതിന് ശേഷം നമ്മളെപ്പോഴും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഈ ഒച്ച എന്താണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ പറമ്പൊക്കെ ആദ്യം ഈ വീട് നിൽക്കുന്ന ഏരിയ ഒക്കെ ഉണ്ടപ്പം മുറ്റത്ത് നല്ല വെള്ളം കിട്ടും. മുറ്റത്ത് നല്ല എല്ലായിടത്തും വെള്ളം. ഈ വീട് നിൽക്കുന്ന ഏരിയ ഒക്കെ ആദ്യം പാടയിരുന്നു. പക്ഷെ ഇപ്പം ഇത് വല്ല ലക്ഷ്മിയുടെ കോളനി പോലെ ആയിരുന്നു. കൃഷിയൊന്നും ഇല്ലാതെ ഉണ്ടാവില്ല. ആദ്യം കൃഷി ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഒന്നും കൃഷിയില്ല. അങ്ങനത്തെ പാടായിരുന്നു. അപ്പോൾ അത് ലക്ഷംവീടി കോളനി പോലായിട്ട്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു കനാലും കിട്ടാം. എപ്പോഴൊന്നും വെള്ളമില്ല. നമ്മളവിടെ റോട്ടിലൊക്കെ വെള്ളം വരുന്ന സമയത്ത് എന്താ പറയുക, ഇത് വരില്ലേ, വെള്ളമൊക്കെ വരുമല്ലോ റോട്ടിൽ നിന്നൊക്കെ. നമ്മൾ ചാലിൽ നിന്ന് ആ വെള്ളമൊക്കെ വന്നിട്ട് പിന്നെ അതേപോലെ അപ്പുറത്തെ പാടത്തുനിന്ന് ഒലിച്ച് വരും. നല്ല നിറയുമ്പോൾ മാത്രം ഒലിച്ച് വരുള്ളൂ കേട്ടോ. പക്ഷെ ചില ആ ഒരു വെള്ളപ്പൊക്ക സമയത്തും വയനാട്ടിലുള്ള പ്രോബ്ലമുള്ള സമയത്തൊക്കെ ഇവിടെയൊക്കെ പാടം തോടൊക്കെ ഒന്നായിരുന്നു കേട്ടോ. കേട്ടാ ഒക്കെ വെള്ളം കേട്ടോ. ഇത് വൃത്തിയുണ്ടാവില്ല മഴ പെയ്താൽ. നേരണ്ട് വെളുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 8 മണിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിക്കണം, 6:15. പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് വെളിച്ചം വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുഡ് അർജൻറ്റായിട്ട് ഉണ്ടാക്കണ്ട. മോനക്കൊന്നും മദ്രസ ഇല്ല ഇന്ന് നാളെ. മദ്രസ ഉണ്ടെങ്കിലും ഓൻ ചായ കുടിക്കൂല പോകുമ്പോൾ കേട്ടോ. കുറേ ദിവസമായിട്ട് തലവേദനേൻ്റെ പ്രശ്നമായിട്ട് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് തല ഭയങ്കര ചുറ്റില്ല, ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ചായക്കടി ഇന്നുണ്ടതിനോട് എനിക്ക് ഉണ്ടാക്കണ്ട, രാവിലെയാണ് ഏറ്റവും പ്രശ്നം വരുന്നത്, തലച്ചിറ്റലും ഛർദിയും തലവേദനയും. അപ്പം ഞാൻ കൊണ്ടുവരാം. അപ്പം ഞാൻ ചായ മാത്രം തിളപ്പിച്ച്, ചായ കുടിച്ചിട്ട് ഒരു വൃത്തിയുടെ നേരത്തെ നിസ്കരിക്കാൻ എണീച്ചപ്പോൾ ചായ തിളപ്പിച്ച് കുടിച്ചു. അപ്പം ഇവർ എന്നോട് പറഞ്ഞ് കൊണ്ടുവന്നേരാം, കടി എന്താ വെച്ചാൽ കൊണ്ടുവന്ന കറി, പിന്നെ മീൻ കറിയൊക്കെ ഉണ്ടെന്ന് കഴിച്ചു. മീൻ കറിയും പരിപ്പ് കറിയൊക്കെ ഉണ്ട്, അത് കൂട്ടിയിട്ട് തിന്നാന്ന്. അപ്പം അങ്ങനെ അവർ കൊണ്ടുവരാൻ വേണ്ടി പോവാം കേട്ടോ. എന്നൊന്നുമില്ല, ഇന്നിപ്പം ഇങ്ങനെ വെയ്യാണ്ടാവുന്ന സമയത്ത് ചെയ്തു അല്ലെങ്കിൽ ഉണ്ടാക്കി തരും. പക്ഷെ ഉണ്ടാക്കാൻ ഇന്നിപ്പം നേരമില്ലാതെ പോയി. അത് നമ്മളിതാ പിന്നെ ഓരോരുത്തർക്കും ഓരോ മീനുമാണ്. മീനിൻ്റെ പരിപ്പ് കറി ഞാൻ ഇന്നലെ രാത്രി വെച്ച പരിപ്പ് കറിയായിരുന്നു. അപ്പം ഇപ്പോൾ കുറേ ഞാൻ നീക്കണമായിരുന്നു തലയ്ക്കുന്ന പ്രശ്നം. ഇപ്പം ഞാൻ കുറച്ച് കൂർക്കുണ്ടായിരുന്നു, അതിങ്ങനെ അരിയാണ്. വലിയ കൂർക്കായ കാരണം ഭയങ്കര തോന്നി, അടിച്ചിട്ടൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ അത് അരിഞ്ഞെടുക്കണം. നമ്മളൊരു ഉരുളങ്കിഴങ്ങിൻ്റെ അത്രയൊക്കെ ഉണ്ട്. അപ്പോൾ കൂർക്ക മുറിച്ചിട്ടെടുക്കുക കേട്ടോ, ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് നമ്മളെ ബീട്രൂട്ട് പച്ചടി അത് ഉണ്ടാക്കാൻ കഴിച്ച് കുറച്ച് കറി ചോറ് തീമിട്ടിട്ടുണ്ട്, തിരുമ്പാനൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകണേ. ഡോക്ടറെ അടുത്തേക്ക് പോയതേ ഇല്ല. ഡോക്ടറെ അടുത്തേക്ക് പോയി വന്നിട്ട് അപ്പം ഞാൻ വീഡിയോ ഒക്കെ ബാക്ക് എടുത്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. കുറേ ഗുളികയൊക്കെ ഉണ്ട്. മൈഗ്രൈൻ്റെ പ്രശ്നമൊക്കെ കുറേ ദിവസമായി. അപ്പം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് സ്റ്റാൻഡും തന്നെ എവിടെയാണാവും വീഡിയോ സ്റ്റാൻഡ്, കടയിലാവും. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വീഡിയോ ചെയ്യുന്നതായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം, കഴിക്കട്ടെ. എന്നിട്ട് വീഡിയോ പിടിക്കാനും നമുക്ക് ശേഷം പിടിക്കാനുണ്ട്. ഒരുപാട് ഗുളികളുണ്ട്. ഈ മൈഗ്രൈൻ്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾ ചെയ്യാത്ത ചികിത്സ ഇല്ല. കഴിച്ചാനായിരുന്നു ഒക്കെ ചെയ്തോളി. ഒന്നും ചികിത്സ എന്ന് പറഞ്ഞാൽ ചെയ്യാത്തില്ല, ഒക്കെ ചെയ്തു. അപ്പോൾ ഇനി ചോറുന്നിട്ടോ. ചോറുന്നിട്ട് ഇന്നിപ്പോൾ പരിപ്പ് കറി, ബീട്രൂട്ട് ഇതും, പിന്നെ കൂർക്ക, പിന്നെ അയില പൊരിച്ചുണ്ട് കേട്ടോ, സാമ്പാറും ഉണ്ട്. പക്ഷെ എനിക്കത് മതി. ഇപ്പോൾ മീൻ തിന്നുമ്പോൾ ഈ തലവേദന നിൽക്കുമ്പോൾ ഛർദ്ദിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കാണില്ല. അപ്പം ഫുഡ് ആയിക്കട്ടെ കേട്ടോ.
മീനിനോട് എന്താണെന്നോ വലിയ താല്പര്യം. എനിക്ക് കൂർക്ക, ബീട്രൂട്ട്, പിന്നെ ക്യാരറ്റ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറി, പരിപ്പ് കറി എനിക്ക് മാത്രം ഉണ്ടാക്കിയതാണ്. സാമ്പാറൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പരിപ്പ് കറി ഒന്നും കൂടി ഇഷ്ടമാണ്. ഇന്നലെ പരിപ്പ് കറി വെച്ചിട്ടുണ്ട് രാത്രി. ആണ് വലിയൊരു ചെമ്പിലും എന്തിലൊക്കെ വെച്ചിട്ടുണ്ടോ? ഇതെന്താ ഇതെന്തിനാ ഇത്രയും തോനൊന്നും ഉണ്ടാക്കൂല മക്കളെ. ഒരു 2 അട ഉണ്ടാക്കാൻ വെച്ച ചെമ്പാണിത്. ചെറിയ അവിടെ വെക്കണ ഞാൻ ഒഴിച്ചുതരാം. ഒരു പൊള്ളിക്കല്ലേ, ചെറിയ ചെമ്പൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇതിൻ്റെ പരീക്ഷണം ഒഴിച്ചോ, ഇളക്കിക്കോ. ഇത്രയും തോനെ അടക്ക വെച്ചുണ്ടാക്കുവോ? ബാക്കി എന്താ ചേച്ചി? പൊടി പത്തിരി ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ ഭാഗത്തും നടക്കൂല. ഉപ്പിട്ടില്ല ചായയിൽ തന്നെ അതിൽ ചട്ടകൊക്കെ ഇട്ടിച്ചിക്കണ്. എന്താ പിന്നെ ശർക്കര അടയൊക്കെ ശർക്കര ഉണ്ടാക്കുക. എടി അത് കുത്തിച്ചതക്കിട്ട് എനിക്ക് ഇന്നോട് ചോദിച്ചുകൂടായിരുന്നില്ല. തേങ്ങ ഒക്കെ ചിറകി വെച്ചിട്ട് ആൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താവോ എന്തോ. മോള് തിന്നാറ്റാ? മോള് വൈകുന്നേരം എന്നോട് വെച്ച് ഞാൻ അട ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോഴുള്ള അവസ്ഥയാണ്. ഇത് എന്താവോ എന്തോ. എനിക്ക് അടക്കെ പോയി ചായക്കടി ആയപ്പോൾ കൊഴുക്കട്ട അയക്കണ്. എൻ്റെ പ്രശ്നമൊന്നും എനിക്കറിയില്ല. അപ്പം എന്താണ് ശർക്കര ഒരിക്കലും വെള്ളം കൂടിയിട്ട് ശർക്കര നീ കൊഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൊഴുക്കട്ട കുഴപ്പമില്ല, പക്ഷെ വലിയ കട്ടിയുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയല്ല ഉള്ള പരീക്ഷണമല്ലേ. ശർക്കര വെള്ളം അതിൽ ഒഴിച്ചിട്ട് ഞങ്ങൾ തിന്നിട്ടോ. അട കൊഴുക്കട്ടക്കായി പോയി. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആശി കിടക്കണില്ല, മര്യാദക്ക് പോയി കിടക്ക്. ആശേ രാത്രിയായിട്ടാ തവളയുടെ കളകളാരവം കേൾക്കണില്ല ഞങ്ങള്. രാവിലെ തുടങ്ങിയ കളകളാരമാണ്. കേട്ടില്ല, എനിക്ക് കാണൂല. പിന്നെ നമ്മൾ ചോറൊക്കെ തിന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഓരോരുത്തരും കടയിൽ വന്നിട്ട് ഓരോരുത്തരും തിന്നത്. അതുകൊണ്ടാണ് ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുക്കാനത്. പിന്നെ നമ്മുടെ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നാളെ അടിപൊളി വ്ളോഗ് എല്ലാതും കൂട്ടിച്ചേർക്കുന്ന വിചാരിക്കൊന്നും നടക്കുന്നില്ല. കൂട്ടിച്ചേർത്തിട്ട് പിന്നൊരു വ്ളോഗായിട്ട് വരാം. അപ്പോൾ പോയിട്ട് കേട്ടിട്ട് കരണ്ടൊന്നുമില്ല. ഇൻവെർട്ടർ എപ്പോഴാണ് നിൽക്കില്ല അറിയാം. അതുവരെ കൊതുകിൻ്റെ കടിയാണ്, ചൂടുണ്ടായിട്ടില്ല. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.